ഈ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുള്ളത് 1989 ജൂലൈ മാസം 7-ാം തീയതി, അതായത് ഇന്നേക്ക് 37 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സിനിമ തിയേറ്ററുകളിലെത്തിയത്. അപ്പോൾ ആ ദിവസത്തിൽ തന്നെ നമ്മളെല്ലാവരും ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടുന്നൊരു സന്ധ്യയാണിത്. ഈ സിനിമ നമ്മളെല്ലാവരും ഒന്നിച്ച് 37 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് കാണുകയാണ്. ഈ സിനിമയുടെ ഇന്ന് നമ്മൾ കണ്ട വേർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റീമാസ്റ്റേർഡ് വേർഷനാണ്. ഇത് നമുക്ക് വേണ്ടി ചെയ്തത് NFDCയും NFIAയുമാണ്, നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയും നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കൂടെ ചെയ്ത അവരുടെ മലയാളത്തിൽ ചെയ്ത ആദ്യത്തെ സിനിമയാണിത്. ഇത് കഴിഞ്ഞ IFFAയിൽ നമ്മളുടെ ഒരു പ്രീമിയർ ഷോ ആയിട്ട് അവിടെ കാണിക്കുകയും ചെയ്തിരുന്നു. ഇത് 35 mm ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്, ഫിലിമിൽ ഷൂട്ട് ചെയ്തതാണ്. അത് അതേപോലെ അതേ ക്വാളിറ്റിയിൽ തന്നെ അവർ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അഡീഷണൽ ആയിട്ടുള്ള മറ്റു ഒരു എൻഹാൻസ്മെൻറ്റും അതിൻ്റെ കളറിലോ ടോണിലോ ഒന്നും മാറ്റിയിട്ടില്ല. അതിൻ്റെ ഒറിജിനൽ വേർഷൻ അതുപോലെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിന്ന് കണ്ടത്. ആദ്യം ഫിലിമിൽ ഷൂട്ട് ചെയ്ത അതേ ക്വാളിറ്റിയിൽ ഡിജിറ്റൽ വേർഷൻ നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിയും. 10-ാം തീയതി ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീണ്ടും എത്തിക്കുകയാണ്. വന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം. വളരെ അപൂർവമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. എനിക്ക് എൻ്റെ ഏറ്റവും ഇത്രയും 48 വർഷത്തെ സിനിമാ അഭിനയത്തിൽ വളരെ എടുത്തു പറയാവുന്ന സിനിമകളിലൊന്നാണ് കിരീടം. എനിക്ക് ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. താങ്ക് യു ഷിബി. എൻ്റെ അടുത്ത നാഷണൽ അവാർഡും ഷിബിയുടെ സിനിമയിലായിരുന്നു. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സന്തോഷവും സങ്കടവും ഉണ്ട്. കാര്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരും വളരെ ആരെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് നിന്ന് നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ പെട്ടെന്ന് 37 വർഷങ്ങൾക്ക് മുമ്പോട്ട് പുറകിലേക്ക് സഞ്ചരിച്ചു. ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. ഞാൻ സിബിയോട് ചോദിക്കായിരുന്നു, ഇനി ഇങ്ങനൊരു സിനിമ ആണെങ്കിൽ ഇത് ഇങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മുടെ ഇല്ലല്ലോ. എൻ്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും വളരെ ഇമോഷണൽ ഫിലിമാണത്. 37 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗകര്യങ്ങൾ വെച്ച് ചെയ്ത സിനിമയാണ്. പക്ഷെ ആ സിനിമ ഇന്ന് ചെയ്തെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനൊരു സിനിമ എടുത്തു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഒരിക്കൽ കൂടി അതിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ രണ്ടാമത് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച NFDCക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷം, ഒരുപാട് നന്ദി ആശംസിക്കുന്നു. കുറച്ചൊരു ഞാൻ ഇൻ്റർവെല്ലിന് ആ സമയത്താണ് വന്നാലും എനിക്കതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ സിനിമ കാണുമ്പോൾ കുറച്ചൊരു ഇമോഷണലാവും. ചില സിനിമകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, ചില സിനിമകൾക്കല്ല. ഈ സിനിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. എന്തായാലും ഒരിക്കൽ കൂടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. താങ്ക് യു ഷിബി, താങ്ക് യു വിജയകുമാർ, ഉണ്ണി, ദിനേശ്, അമൻ സാർ, എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്.